ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 8-ാം അധ്യായമായിട്ടുള്ള അക്ഷര ബ്രഹ്മയോഗം. ഭഗവാൻ അർജുനന് സാക്ഷാത്കാരത്തിൻ്റെ അല്ലെങ്കിൽ മരണത്തിന് ശരീരം ഉപേക്ഷിക്കുന്ന സമയം എങ്ങനെയായിരിക്കണം, കാരണം മരണത്തെ വളരെ നന്നായി പഠിപ്പിക്കുകയാണ് ഭഗവാൻ. എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് അത് വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. 9-10 ശ്ലോകങ്ങൾ അതാണ് നമ്മൾ ചർച്ച ചെയ്ത് വെച്ചത്. ഒന്നുകൂടെ അതിലൂടെ നമുക്ക് മുന്നോട്ട് പോവാം. കവിം പുരാണമനുശാസിതാരം അണോരണീയാം സമനുസ്മരേദ്യഃ സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസഃ പരസ്താദ് പ്രയാണകാലേ ച മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപേതി ദിവ്യം. നമ്മൾ വിസ്തരിച്ച് ഈ ശ്ലോകത്തെ കണ്ടിട്ടുണ്ട്. യോഗബലേന, ആ അഭ്യാസം ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ, അതേപോലെ തന്നെ അചലേന മനസ്സ, ഇളക്കമില്ലാത്ത മനസ്സുകൊണ്ട്, ഭക്തിയ, പരമമായ പ്രേമത്തോടുകൂടി, ആ വിശ്വപ്രേമത്തോടുകൂടി ആരാണോ യുക്ത, അങ്ങനെ ചേർന്നിരിക്കുന്നവൻ, യഹ അവൻ, പ്രയാണകാലേ അവൻ്റെ അവസാന സമയത്ത്, പ്രാണം ഭ്രുവോഹോ മധ്യേ പ്രാണനെ ഇരുപുരികങ്ങളുടെയും മധ്യത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിച്ച് ധ്യാനത്തിൽ ഒരു ധ്യാനനിരതനായിക്കൊണ്ട് തന്നെയാണ് ഈ ലോകം വിട്ടുപോകുന്ന ഒരു പ്രക്രിയ. സമ്യകാവേശ്യ, എന്നിട്ടോ കവിം പുരാണം അനുശാസിതാരം, എന്താണോ വേദത്തിലൊക്കെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളത് ആ സത്യത്തെക്കുറിച്ച്, അതെങ്ങനെയുള്ളതാണ്? പുരാണമാണ്, അനുശാസിതാരമാണ്. അത് അണോഹോ അണിയാംസഹ, അണോ അണിയാംസം ഏറ്റവും സൂക്ഷ്മതരമാണ്. സർവസ്യ ധാതാരം, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമാണ്. അചിന്യരൂപം, ഇന്ന പ്രകാരത്തിലെന്ന് ചിന്തയ്ക്ക് വിഷയമല്ലാത്തതാണ്. അതിനെ തമസഃ പരസ്താദ്, എല്ലാ ഇരുട്ടുകൾക്കും അപ്പുറത്തുള്ള ആദിത്യവർണം പുരുഷം, ആ സൂര്യൻ്റെ തേജസ്സോട് കൂടിയിട്ടുള്ള, അതിനെ അനുസ്മരേത്, ആ പ്രപഞ്ചേശ്വരനെ അനുസ്മരിക്കണം. ഒരു രൂപവും അടയാളങ്ങളും ഇവിടെ തന്നിട്ടില്ലേ. സൂര്യൻ്റെ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ഇത് തരുന്നതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ സൂര്യനെ പോലെ സൂര്യനെന്നല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പിടിവള്ളികൾ വേണമല്ലോ, അവിടേക്ക് വരുന്നതാണ്. തം ദിവ്യം പരം ഏവ ഉപേതി, അവനാ പരമമായ സത്യത്തെ പ്രാപിക്കുന്നു എന്ന് പറയാം. തുടർന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്, ഞാൻ നിനക്ക് ആ രഹസ്യം പറഞ്ഞു തരാം. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യതയോ വിതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. കഠോപനിഷത്തിലെ മന്ത്രം അതുപോലെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഭഗവത്ഗീത സുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് ഭഗവത്ഗീതയുടെ അവസാനം, ഓരോ അധ്യായം അവസാനിക്കുമ്പോഴും അതിനെ ഉപസംഹരിക്കുന്നത് അങ്ങനെയാണ്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു പ്രകാരം ഭഗവത്ഗീതയാകുന്ന ഉപനിഷത്സു, ഉപനിഷത്ത് ബ്രഹ്മവിദ്യാം യോഗശാസ്ത്രേ, ബ്രഹ്മവിദ്യയാണ്, യോഗശാസ്ത്രമാണ്. ശ്രീകൃഷ്ണാർജുന സംവാദേ, അവിടെ ഒരു കൃഷ്ണാർജുന സംവാദ രൂപത്തിൽ ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയെ ഉപനിഷത്ത് എന്ന് പറയുന്നത്? ഉപനിഷത്തിലെ ആശയങ്ങളാണ് ഭഗവത്ഗീത നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കഠോപനിഷത്ത് തന്നെയാണ്. കഠോപനിഷത്തിലാണ് മനുഷ്യ ശരീരത്തെ രഥമായി വർണ്ണിച്ചിരിക്കുന്നത്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവ ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം
ഭോക്തേത്യാഹു മനീഷിണഃ. അവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആത്മാനം രഥിനം വിദ്ധി, ആത്മാവിനെ രഥത്തിൻ്റെ ഉടമയായി അറിയണം. ശരീരം രഥമേവതു, ശരീരം തന്നെയാണ് രഥം. മനഃപ്രഗ്രഹമേവച, മനസ്സാകുന്നു കടിഞ്ഞാൺ. ബുദ്ധിം തു സാരഥിം വിദ്ധി, ബുദ്ധിയാണ് സാരഥി. വിഷയാൻ തേഷു ഗോചരാൻ, ശബ്ദസ്പർശരസരൂപഗന്ധങ്ങളാകുന്ന വിഷയങ്ങളാണ് അതിന് ഇന്ദ്രിയാണി ഹയാനാഹു, ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. ആ കുതിരകൾ സഞ്ചരിക്കുന്നത് ഈ 5 വഴികളിലൂടെയാണ്. അതിനെ ആരാണോ നിയന്ത്രിക്കുന്നത്, ആ നിയന്ത്രിക്കുന്ന സദശ്വ ഇവ സാരഥയെ, സദശ്വാവായിട്ടുള്ള നിയന്ത്രണമാർന്ന അവൻ എന്താണ്? തത്പദം, അതിനെ പ്രാപിക്കുന്നു. അല്ലാത്തവനോ സംസാരം ച അധികച്ചതി. ഇതൊക്കെ കഠോപനിഷത്തിൽ വരുന്നതാണ്. അതിനെ കുറച്ചുകൂടെ എന്താ പറയുക, വിസ്തരിച്ചൊരു യുദ്ധ അന്തരീക്ഷമാക്കി അവിടേക്ക് തേർതെളിക്കേണ്ടത് എങ്ങനെയാണ് എന്നതാണ് ഗീതയുടെ പശ്ചാത്തലം. ക്ഷമിക്കണം. തുടർന്ന് അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? യദക്ഷരം വേദവിദഃ വദന്തി, വേദവിത്തുക്കൾ, വേദത്തെ അറിഞ്ഞിട്ടുള്ളവർ ഏതൊരു അക്ഷരത്തെക്കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത്, നാശരഹിതമായിട്ടുള്ള അക്ഷരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വിശന്തി യതയഃ വീതരാഗാഃ, വീതരാഗാഃ യതയഃ യത് വിശന്തി. എല്ലാ കാമനകളെയും ആഗ്രഹങ്ങളെയും മാറ്റി നിർത്തിയിട്ടുള്ള യതികൾ ഏതൊന്നിലേക്കാണ് പ്രവേശിക്കുന്നത്? യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, യത് ഇച്ഛന്തി ബ്രഹ്മചര്യം ചരന്തി. ബ്രഹ്മചര്യം മുതലായിട്ടുള്ള മാർഗങ്ങളെ എന്താഗ്രഹിച്ചിട്ടാണ് ആ മാർഗത്തിൽ ചരിക്കുന്നത്? തത്തേ പദം, ആ പദത്തെ സംഗ്രഹിച്ച് അഹം തേ പ്രവക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയാം. ഇതാണ് കഠോപനിഷത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സർവേ വേദാ യത് പദമാമനന്തി തപാംസി സർവാണി ച യത് വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി എന്ന് കഠോപനിഷത്തിൽ നചികേതസിന് യമധർമ്മൻ പറയും. അപ്പം എന്താണ് അത് പറയാൻ പോകുന്നത്? ഭഗവാൻ പറയാൻ പോകും. നോക്കാം നമുക്ക്. 12-13 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്. സർവദ്വാരാണി സംയമ്യ മനോഹൃദി നിരുധ്യ ച മൂർധ്ന്യാധായാത്മനഃ പ്രാണഃ ആസ്ഥിതോ യോഗധാരണാം ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ യപ്രയാദിത്യജൻ ദേഹം സയാതി പരമാം ഗതിം. അപ്പം കഠോപനിഷത്തിൽ അവിടെ ഒറ്റയടിക്ക് തന്നെ പറയും. എന്താ പറയുക? സർവേ വേദാ യത് പദമാമനന്തി തപാംസി സർവാണി ച യത് വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ ഓം സംഗ്രഹേണ ബ്രവീമി ഓമിത്യേതത്. അവിടെ അത്രയേ ഉള്ളൂ. ഇവിടേക്ക് വരുമ്പം ഭഗവാൻ ഒന്നുകൂടെ വിസ്തരിക്കും. എന്താ പറയുന്നത്? സർവദ്വാരാണി സംയമ്യ മനോ ഹൃദി നിരുധ്യ ച. സർവദ്വാരാണി, 9 ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ളവരാണ് നമ്മൾ, മനുഷ്യ ശരീരം. നവദ്വാരേ പുരേ ദേഹി എന്നാണ്. എന്താണ് ഈ 9 ദ്വാരങ്ങൾ? 7 ദ്വാരങ്ങൾ നമ്മുടെ ശിരസിൽ തന്നെ നമുക്ക് എണ്ണിയെടുക്കാം. കണ്ണുകളെ 2 ദ്വാരങ്ങളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. 2 കണ്ണുകളുണ്ട്, 2 നാസിക, മൂക്കുണ്ട് 2 എണ്ണം, 2 2 4ആയി. കാതുണ്ട്, 4 2 6ആയി. 1 വാക്ക്, എത്രയായി? 7ആയി. 2 വിസർജനേന്ദ്രിയങ്ങൾ. അങ്ങനെ 7 ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വ്യാപാരങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെയുള്ള വ്യാപാരങ്ങൾ. അതായത് നമ്മൾ ദ്വാരം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു ഓട്ടയുണ്ട് എന്നല്ല. അപ്പം അങ്ങനെ ഓട്ട ഉണ്ടെങ്കിൽ, കണ്ണിനൊക്കെ ഓട്ട ഉണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണ്ടേ എന്നൊന്നും യുക്തിവാദമൊന്നും പറഞ്ഞേക്കരുത്. അപ്പോൾ ഇവിടെ പറയുന്നത്
എന്താണ്? സർവദ്വാരാണി സംയമ്യ, സർവദ്വാരങ്ങളെയും എല്ലാ ദ്വാരങ്ങളെയും എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക ഇത്യാദി എല്ലാ അതത് ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ഈ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തെന്ത് വ്യാപാരങ്ങളാണോ ചെയ്യുന്നത് ആ വ്യാപാരങ്ങളെയൊക്കെ അവസാനിപ്പിച്ച് കടപൂട്ടിയിട്ട് സർവദ്വാരാണി സംയമ്യ, സംയമനം ചെയ്ത്. ഈ സംയമനം എന്നതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്ന്. എതിരായിട്ട് എന്നല്ല. ഇതാണ് വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറയാറുള്ളത്. സപ്രഷനും സബ്ലിമേഷനും രണ്ടും രണ്ടാണ്. ഈ സപ്രഷൻ നമുക്ക് പലപ്പോഴും എന്തുണ്ടാക്കുമെന്നറിയോ? ബലമായ ഈ അടിച്ചമർത്തൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കും. നിങ്ങൾ ആധ്യാത്മികതയിൽ അങ്ങനെയൊരു മാർഗത്തെ അങ്ങനെയൊരു രീതി കൈക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ അലോസരം ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഉപവാസം എടുക്കുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഭക്ഷണം വേണ്ട, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണക്കടയിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ജോലി വരെ ചെയ്യുകയാണെങ്കിൽ അത് എടുത്തു കൊടുക്കേണ്ട ആളാണ് നിങ്ങളെങ്കിൽ ഏത് നേരം അതിനെക്കുറിച്ച് ആലോചിക്കരുത്. കാരണം ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ വായിൽ വെള്ളം ഊറുകയെ ഈ കാലമാടനൊക്കെ കഴിക്കുന്നത് കണ്ടില്ലേ. എനിക്കാണെങ്കിൽ കഴിക്കാനും പറ്റുന്നില്ല, എൻ്റെ മതം എന്നെ ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നു, മതപരമായ ചടങ്ങുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കഴിക്കരുത്. ശരിയായിരിക്കാം, ചിലപ്പോൾ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ അതല്ല അതിൻ്റെ ശരിയായ വഴി. ശരിയായ വഴി എന്താ? അതാണ് ഈ ബലമായി അടക്കലും സപ്രഷനും സബ്ലിമേഷനും തമ്മിലുള്ള ഇത്. മറ്റേത് ഒരടി മുകളിലാണ്. അതുകൊണ്ടാണ് പത്മപത്രം ഇവ അംബസ എന്ന് പറയുന്നത്. താമര ഇലയിലെ അല്ലെങ്കിൽ താമരപ്പൂവിലെ ഇതളിലെ ജലം കണക്ക് അതിലാണ് നിലകൊള്ളുന്നത്. പക്ഷേ അതിനാൽ കുതിർക്കാതെ, ഒട്ടലില്ലാതെ. അതിനെയാണ് ഇവിടെ എന്തു പറയുക? സംയമ്യ എന്ന് പറയുന്നത്. എതിരായിട്ട് എന്നല്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അങ്ങനെയൊരു ശിക്ഷണത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഇപ്പം മാർച്ച് മാസമാണല്ലോ, ഫെബ്രുവരി മാർച്ച് വരിക. ഫെബ്രുവരിയുടെ അവസാനമല്ലേ, ശിവരാത്രി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലോ. ശിവരാത്രി ആശംസകൾ കൂട്ടത്തിൽ. എന്നും ശിവരാത്രിയാണ് ആയിരിക്കണം. അപ്പോൾ ഇരിക്കട്ടെ, പരീക്ഷ വരുമ്പോൾ ഇത് നിങ്ങളോട് നമ്മളെങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നതാണ്. കുട്ടികൾ, നമ്മുടെ മകനുണ്ട്, മകളുണ്ട്, 10ാം ക്ലാസ്സിലാണ്. ഈ 10ാം ക്ലാസ് പരീക്ഷ എഴുതാനൊരു കുട്ടി വീട്ടിലുണ്ട് എന്നുള്ളതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റിയും അവസാനിപ്പിക്കുന്നുണ്ട്. ഇതൊരു കാരണമാക്കി എടുക്കുന്നതുണ്ട് ചിലർ. അതുകൊണ്ട് കല്യാണത്തിന് പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇവരെ മാറ്റി വെച്ചിരിക്കുകയല്ല. വീട്ടിൽ TV കേബിൾ കണക്ഷൻ ഇല്ല, അതില്ല, ഇതില്ല, എല്ലാം. ഏത് നേരം ഇവനെയോ അല്ലെങ്കിൽ ഇവളെയോ ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ബാത്റൂമിൽ 2 മിനിറ്റ് അധികം ആയിക്കഴിഞ്ഞാൽ ചോദിക്കും, കഥ കൂട്ടി, നീ അവിടെ എന്തെടുക്കുകയെന്ന്. അവൻ മനസ്സിൽ പറയും, ഞാൻ ഇവിടെ എന്തെടുക്കാനാ, നിങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് എന്താ എടുക്കുന്നത്, അത് തന്നെ ഞാൻ എടുക്കുന്നത് എന്ന് അവൻ പരസ്യമായിട്ട് പറയില്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെ പറയും ദേഷ്യം കൊണ്ട്, അല്ലെങ്കിൽ അവൻ മനസ്സിൽ പറയും, അവനല്ലെങ്കിൽ അവൾ. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ്, നമ്മൾ സപ്രസ് ചെയ്യുകയാണ്. ഇത് വളരെ, ഈ കുട്ടികൾ തന്നെ ചിലപ്പോൾ പറയും, അമ്മ നിങ്ങൾ ഈ TV കാണുക, സീരിയൽ കാണുക, നിങ്ങൾ കല്യാണത്തിന് പോവുക, എന്തെങ്കിലും ആയിക്കോളൂ. ഇപ്പം എനിക്ക് കല്യാണത്തിന് വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം പഠിക്കാൻ എത്രയുണ്ട്, ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമുള്ളതല്ല എന്ന് അവരെത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല. അപ്പം നമ്മൾ ഇതിനെ രൂപപ്പെടുത്തുന്നതേ ഇങ്ങനെയാണ്. ഈ നിയമനം എന്നുള്ളത് നമുക്ക് അന്യമായിട്ടുള്ള ഒന്നാണ്. നമുക്കാകെ അറിയുന്നത് 2 എക്സ്ട്രീമാണ്. വേണ്ടേ വേണ്ട, ഉണ്ടെങ്കിലോ എന്നാൽ പിന്നെ അതിൻ്റെ
പാരമ്യതയിലാണ്. അപ്പം സംയമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനായാസേന നടത്തുന്ന ഒരു പ്രക്രിയ, ഒരു സൗഹൃദത്തിലൂടെ പോകുന്ന ഒരു കാര്യമാണ്. അവിടെ ബലാത്കാരങ്ങളൊന്നുമില്ല, കഠിനമായ എന്തെങ്കിലും എന്തോ കണ്ടാൽ എന്തോ ആയിപ്പോവും എന്നുള്ള അതൊന്നുമില്ലെന്നേ. അതെ, ഇതാണ് നമ്മുടെ മതങ്ങൾക്ക് വേണ്ടത്, ഇതാണ്. അതുകൊണ്ടാണ് ചിലർക്ക് എന്താ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ പ്രശ്നമൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? സംയമനം എന്ന് പറയുന്ന സാധനം അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്നു സ്ത്രീകളൊക്കെ ഇങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. കാരണം സ്ത്രീകളുടെ ശരീരം കണ്ടാൽ ഞങ്ങൾക്ക് എന്തോ തോന്നുന്നു. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അതാണ് അതിൻ്റെ കാരണം, അവിടെയല്ല. ചിന്മയൻ സ്വാമിജി പറയുന്ന മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ടല്ലോ, തമാശ. ആയിട്ട് ബന്ധപ്പെട്ട കുറേ ഉണ്ട്. ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, ഭാര്യ പതിവായിട്ട് ഈ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള ഫ്ലാറ്റിലുള്ളവരുടെ ഈ വസ്ത്രം അലക്കാനിട്ടത് നോക്കിയിട്ട് പറയും, ഇവർക്ക് എന്താണ് ഇങ്ങനെ ഒരു വൃത്തിയിൽ, ഇതെങ്ങനെയാണ് ഇതൊക്കെ ഇട്ട് പുറത്ത് പോകണത്? ഒന്ന് വൃത്തിയിലൊന്ന് കഴുകിയിട്ടാൽ എന്താ, ഒരുമാതിരി പാണ്ട് പിടിച്ചതുപോലെ ആ വെള്ള ബനിയനൊക്കെ കാണണം. അങ്ങനെ അവർ പറയും, പതിവായിട്ട് പറയും. ഒരു ദിവസം അവർ നേരെ അഭിപ്രായം മാറ്റി, അല്ല ഇതെന്താണിത്, നല്ല തൂവെള്ള, നല്ല നമ്മളിവിടെ പറയുന്നത് അവരവിടെ കേട്ടോ, ഭർത്താവിനോട് പറയാം, നല്ല കേമായിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, അവരെന്നും നല്ല കേമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, ഇത് ഇന്നലെ ഞാൻ നമ്മുടെ ഗ്ലാസ് ഒന്ന് വൃത്തിയാക്കിയതാണ്. അപ്പം നമ്മുടെ ഈ അഴുക്ക് പിടിച്ച ഗ്ലാസ്സിലൂടെയാണ് നമ്മൾ അന്യൻ്റെ നല്ല, എന്താ പറയുക, തെളിമയാർന്ന ശുദ്ധമായ വസ്ത്രം നോക്കിയിട്ട് അതിൽ അഴുക്കുണ്ട് എന്ന് പറയുന്നു. വാസ്തവത്തിൽ അഴുക്ക് നമ്മുടെ കണ്ണാടിയിലാണ്. യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ്. നമ്മുടെ ആസ് ദ വിഷൻ സോ ദ വേൾഡ് എന്ന് സ്വാമിജി പറയും. അപ്പം നമ്മുടെ കാഴ്ചപ്പാടാണ് അത് വളരെ പ്രധാനമാണ്. സ്ത്രീ എന്ന് പറയുന്നത് വെറും കേവലം ഇങ്ങനെയൊരു ശാരീരിക ഉപയോഗത്തിനുള്ള ഒരു വസ്തുവാണ് എന്ന എൻ്റെ ഏറ്റവും മ്ലേച്ഛവും അധമവുമായിട്ടുള്ള ഒരു ചിന്തയാണ് എന്നെക്കൊണ്ട് സ്ത്രീയുടെ വസ്ത്രത്തെ അഭിപ്രായം പറയിക്കുന്നത്. അതുകൊണ്ട് സംയമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വലിയ പുതപ്പ് പുതപ്പിച്ചിട്ട് എന്നല്ല, അല്ലെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും ഇടങ്ങളിലേക്ക് നിങ്ങൾ വലിയൊരു കമ്പിളിപ്പതുപ്പുമായിട്ട് ഇറങ്ങണം എന്നല്ല. അതുകൊണ്ടാണ് ഈ ആധ്യാത്മികതയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടാവും. അത് വളരെ ഇതാണ്. പിന്നെ എന്താണെന്നറിയോ, ഇത് നിങ്ങൾക്ക് നല്ല ബോധ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ സംയമനം ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്താണ് ആ സമാധാനം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവൻ എന്താണ് കരുതുന്നത് എന്നുള്ളത് നിങ്ങൾ ബോധറിയില്ല. അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇത് അതല്ലേ, നമ്മളെപ്പോഴും ഈ ചുവരുകളുടെ ഉള്ളിൽ സുരക്ഷിതരായിരിക്കുന്ന ഒരു ചിന്തയാണ്. 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ എന്ത് വൃത്തികേടും കാണിക്കും ചിലർ. അതുകൊണ്ടാണ് ഈ ട്രെയിനിലെയും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ബാത്റൂമിനകത്ത് ഓരോരുത്തർ വൃത്തികേട് എഴുതി വയ്ക്കുന്നതും വരച്ച് വയ്ക്കുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കുറ്റിയിട്ട് കഴിഞ്ഞാൽ ആരും താൻ ചെയ്യുന്ന വേലത്തരങ്ങൾ ആരും കാണുന്നില്ലല്ലോ. അതാണ് ഈ സപ്രഷൻ എന്ന് പറയുന്നത്. അതല്ലാത്തൊരുത്തൻ പരസ്യമായിട്ട് വരയ്ക്കണം അതേപോലെ, അതിനവന് ത്രാണി ഉണ്ടാവുകയില്ല. എന്നിട്ട് ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ ഈ ഒരു വലിയ ഉദാത്തമായ ആശയത്തെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഒരു തലമുണ്ട്. അത് വളരെ അങ്ങേയറ്റം വൈചിത്ര്യമാർന്നതാണ് ഈ രണ്ടിൽ നിന്നും. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളെ ഉദ്ധരിച്ചത്. സ്വാമിജി
ഇവിടെയാണ് സ്വാമിജി ഈ രണ്ട് വാക്കുകൾ പറയുന്നത്, സപ്രഷൻ്റെയും സബ്ലിമേഷൻ്റെയും. അതുകൊണ്ടാണ് പത്മപത്രം ഇവ അംബസ. അപ്പോൾ സർവദ്വാരാണി സംയമ്യ, എതിരായിട്ട് എന്നല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളോടും ഇന്ദ്രിയ വ്യാപാരങ്ങളോടും എതിരായിട്ടല്ല. നിങ്ങളത് ഏകാദശിയാണെങ്കിലും എന്ത് ഉപവാസം എടുക്കുകയാണെങ്കിലും എതിരായിട്ടല്ല. നിങ്ങളുടെ ശരീരത്തിന് പറ്റാത്ത അവസ്ഥയാണ്, നിങ്ങൾക്ക് വല്ലാതെ ഇതാവുന്നുവെങ്കിൽ നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ എന്തെങ്കിലുമൊക്കെ വേണം. നിങ്ങൾക്കെതിരാവരുത്. അങ്ങനെയാണ് പലപ്പോഴും ഈ അൾസറും അതും ഇതുമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ യാതൊരുവനാണോ സർവദ്വാരാണി സംയമ്യ, എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും നിയമനം ചെയ്തിട്ട് അടക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ആ വ്യാപാരങ്ങളിൽ ഞാൻ എന്നതിനെ ഡിസ്കണക്റ്റ് ചെയ്യുക. മറ്റേതല്ല അങ്ങോട്ട് നോക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയിട്ടില്ലേ കഴുത്ത് വേദനയാവും. അരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഈ യുവത്വത്തിൽ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പം അതാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയും ഈ യുവതി യുവാക്കളൊക്കെ ക്ഷമിക്കണം, ചോദ്യം ചെയ്യുന്നവരാണ് എന്തും. ചോദ്യം ചെയ്യുന്നതൊക്കെ നല്ലതാണ്. എടാ ശിവരാത്രിയാണ്, ബാ നമുക്കെല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോവാം, അവിടെ ഒരു ആധ്യാത്മിക പ്രഭാഷണമൊക്കെ നടക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പോവാം, ബാ. ഞാനൊന്നും അങ്ങോട്ടൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ല, ഞാൻ എന്തിനു വരണം? അവൻ്റെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവൻ്റെ കുറേ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാനൊന്നും ഉണ്ടാവില്ല. തൽക്കാലം നമ്മൾ എന്താ പറയുക, അവൻ വരുന്നില്ലേ, വേണ്ട നമുക്ക് പോവാം എന്ന് പറഞ്ഞു എന്നാൽ ഇതേ വിദ്വാൻ എല്ലാം ഇങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ടോ? അതുമില്ല. എടാ നീ എന്തിനാണടാ ഇങ്ങനെ നിറയെ ദ്വാരമുള്ള ഈ ജീൻസൊക്കെ ഇട്ട് നടക്കുന്നത്? ഓട്ടയാണല്ലോ മൊത്തം. ചോദിച്ചു നോക്കൂ. എയർ കയറാനാണോ ഉത്തരം? ഇതൊരു ഫാഷനാണ്. ഫാഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതാ ഇങ്ങനെ ശിവരാത്രിക്ക് അവിടെ ഇത് കാണാൻ പോകുന്ന കുറേ ആളുകളുണ്ട്. മറ്റുള്ളവരെ അനുകരിക്കുകയാണെങ്കിൽ ഇത് അനുകരിച്ചൂടെ? അപ്പം നമ്മൾ ഈ ഓട്ട വീണ ജീൻസിനെ കുറ്റം പറയുന്നു ഇതിൻ്റെ അല്ല. പലപ്പോഴും ചെറുപ്പക്കാർ മറ്റ് പലതും അവർ ചോദ്യം ചെയ്തിട്ടല്ല അനുകരിക്കുന്നത്. ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ചോദ്യം ചെയ്യലൊക്കെ. അതും അവർ ചിലതൊക്കെ വളരെ ജെന്യൂനായിട്ട് ചോദ്യം ചെയ്യും, പക്ഷേ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാനും പറ്റാറില്ല. ദ്വാരം വീണ ജീൻസിൻ്റെ കാര്യം നമ്മളൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ചോദ്യം ചെയ്യാൻ പ്രാപ്തരല്ല. പലപ്പോഴും അവരടിമകളാണ്. അവർ ഇതിന് വശംവദരായി വീണു പോവുകയാണ്. സഹതപിക്കാനേ ഉള്ളൂ. അപ്പോൾ സർവദ്വാരാണി സംയമ്യ, ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്ത് എന്തൊക്കെ? മനസ്സിനെ ഹൃദി നിരുദ്ധ്യച്ച്, മനസ്സിനെ ഹൃദയത്തിലേക്ക്, ഹൃത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്രത്തിലേക്ക്. അപ്പോൾ ഓരോന്നിലേക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്തെടുക്കണം, പിറകിലേക്ക് എന്നാണ് കഠോപനിഷത്തിൽ ഈ ആശയം വരുന്നതാണ്. എന്താ കഠോപനിഷത്തിൽ പറയണത്? ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പരപുരുഷഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ട സാ പരാഗതി. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, കാഴ്ച 4-ാം അധ്യായത്തിൽ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. യജ്ഞപ്രകരണത്തിൽ
എങ്ങനെയാണ് ഓരോരുത്തരും ഓരോന്നിനെ സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നത്? മറന്നു പോകരുത്. കാരണം നമ്മൾ ഗീത ഇങ്ങനെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്ത് വരുന്നവരാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ വരുമ്പം അത് പോയിട്ട് ഒന്നുകൂടെ കേൾക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഗീത ഇങ്ങനെ അർജുനെ രൂപപ്പെടുത്തി അർജുനന് വീണ്ടും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭാഗം മനസ്സിലാവാത്തത് കൊണ്ടാണല്ലോ അർജുനൻ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതല്ലേ അവിടെ പറഞ്ഞത്? അതെ, പക്ഷെ പറഞ്ഞ രീതിയിൽ വ്യത്യാസമുണ്ട്. അവിടെ ഒരു യജ്ഞമായിട്ട് പറഞ്ഞു. യാഗഭൂമിയിൽ എങ്ങനെയാണോ യജ്ഞകുണ്ഡത്തിൽ ഹവിസ്സുക്കളെ സമർപ്പിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഓരോരോ ഇന്ദ്രിയങ്ങളും ഈ പറഞ്ഞ ഹോമകുണ്ഡങ്ങളാണ്. ഈ നേത്രമാകുന്ന ഹോമകുണ്ഡത്തിലേക്ക് കാഴ്ചകളാകുന്ന ഹവിസ്സുകളെ സമർപ്പിക്കുന്നു. കാതിൽ ശബ്ദങ്ങളാകുന്ന ദ്രവ്യങ്ങളെ സമർപ്പിക്കുന്നു. നാസികയിൽ ഗന്ധങ്ങളാകുന്ന, നാവിൽ രസനയിൽ വൈവിധ്യങ്ങളായിട്ടുള്ള രസങ്ങളെ, ത്വക്കിൽ വൈവിധ്യങ്ങളായിട്ടുള്ള സ്പർശങ്ങളെ, ഇങ്ങനെ 5 ഹോമകുണ്ഡങ്ങളുണ്ട്. അപ്പോൾ അവിടെ തന്നെ സമർപ്പിക്കുന്നവർ, വിഷയങ്ങളിൽ സമർപ്പിക്കുന്നവർ, ഇതൊക്കെ കൂടാതെ സംയമനമാകുന്ന അഗ്നിയിൽ. പിന്നെ ഭഗവാൻ പറഞ്ഞു ജ്ഞാനാഗ്നിയിൽ എങ്ങനെയാണ് ദഹിപ്പിക്കുന്നത്. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന, ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. അതൊക്കെ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ. എങ്ങനെയാണോ വലിയ വലിയ വിറകുകളെ അഗ്നി ചാമ്പലാക്കി ഭസ്മമാക്കുന്നത്, അതുപോലെ ജ്ഞാനാഗ്നി, നിൻ്റെ ഉള്ളിലെ അറിവാകുന്ന അഗ്നിയിൽ ഇതെല്ലാം തന്നെ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അതുകൊണ്ട് നീ എന്താണ്? ജ്ഞാനത്തെ ആശ്രയിക്കണം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. അതിനേക്കാൾ ഉത്കൃഷ്ടമെന്ന് അർജുന ഒന്നിനെക്കുറിച്ചും പറയാനില്ല. ഇതൊക്കെ മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി, എങ്ങനെയാണ് അതിനെ ക്രമമായി നിദ്രയിലേക്ക് നമ്മൾ പോകുന്നത് ഒരു അബോധപൂർവം ഈ പ്രക്രിയയിലൂടെയാണ്. നമ്മൾ കിടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണടയ്ക്കും അല്ലേ? അത് ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ടി വി കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങിയപ്പോൾ എന്തായി? കണ്ണടഞ്ഞു. ടി വി അവിടെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആരെങ്കിലും വന്നിട്ടാണ് അത് ഓഫ് ചെയ്ത്, ചിലപ്പോൾ ആ സോഫയിൽ തന്നെ കിടക്കും. ഇതാണ് പരിപാടി സ്ഥിരം. പിന്നെ എപ്പോഴെങ്കിലും ഉണർന്നു കഴിഞ്ഞാൽ വന്നിട്ട് മുറിയിൽ കിടക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാഴ്ചയെ കണ്ണ് അടയ്ക്കും, പിന്നെ കേൾവി അതും പോയി, എല്ലാം ഉള്ളിലേക്ക് അങ്ങോട്ട് വലിയാണ്. അത് അബോധപൂർവം സംഭവിക്കുന്ന, ബോധപൂർവമല്ല, അബോധപൂർവം സംഭവിക്കുന്ന. ഇതോ ബോധപൂർവം. അപ്പോൾ ഈ ബോധപൂർവം ഈ പ്രക്രിയ നടത്തുമ്പോൾ ചിലപ്പം ഉറക്കത്തിലേക്ക് പോകാം. അതാണ് ഈ ധ്യാനത്തിലെ ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇരുന്നിങ്ങനെ ഉറങ്ങാൻ പഠിക്കും, എന്നിട്ട് പറയും ധ്യാനം നല്ല സുഖമുള്ള ഏർപ്പാടാണ്. അതെ, ഉറക്കം നല്ല സുഖമുള്ള ഏർപ്പാടാണ്. അപ്പം നമ്മളെ കബളിപ്പിക്കും. ആര്? നമ്മുടെ മനസ്സ് തന്നെ. ഞാൻ ഇതാണെന്ന് പറയും. അപ്പോൾ ഇത് ഒരു ട്രാപ്പ്. ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അത് ചെയ്യണം. അതിനെന്ത് വേണം? ഇത് നന്നായിട്ട് തന്നെ ഉൾക്കൊള്ളണം. ഇതിനെ എങ്ങനെയാണ് ഓരോന്നിലേക്ക് കൊണ്ടുപോയി, മുമ്പ് ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഇങ്ങനെ ഓഫ് ചെയ്ത് വരുന്നത്. അപ്പം നിരുദ്ധ്യ, അതിൽ തടഞ്ഞു നിർത്തി. ആത്മനഃ പ്രാണം മൂർധ്നി ആദായ, തൻ്റെ പ്രാണനെ, ജീവനെ, മൂർധാവിൽ ആദായ, അതിലേക്ക് സങ്കൽപ്പിച്ച് വെച്ചുകൊണ്ട്. ഇതെല്ലാം യോഗമാർഗം. ഇതാണ് യോഗമാർഗം. അങ്ങനെ മൂർധാവിലേക്ക് പ്രാണനെ കേന്ദ്രീകരിപ്പിച്ച് യോഗധാരണ. ഇവിടെ യോഗധാരണം എന്ന് പറഞ്ഞാൽ സമാധിയെ, ആ പ്രക്രിയയെ, അതിൽ
ആസ്ഥിത, സ്ഥിതനായിട്ടുള്ള അവൻ, അതിനെ പ്രാപിച്ച അവൻ, ആ ബ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഓം ഇതി ഏകാക്ഷരം വ്യാഹരൻ. ഇവിടെയാണ് ഭഗവാൻ ഒരു നാമം പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? ഓം. ഇത് അക്ഷര ബ്രഹ്മം. അതുകൊണ്ടാണ് ഇതിന് താരക ബ്രഹ്മം. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഈ പേര് വന്നത്. ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്നത് ഇതാണ്. ഇതാണ് കഠോപനിഷത്തിൽ യമധർമ്മൻ, മൃത്യുവിൻ്റെ ആചാര്യനായിട്ടുള്ള യമധർമ്മൻ നചികേതസിന് ഉപദേശിക്കുന്നതും ഇത് തന്നെയാണ്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ. വേറെ ഒരു നാമവും പറഞ്ഞിട്ടില്ല. ഓം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃഷ്ണൻ്റെ ഏതെങ്കിലും രൂപമോ വേറെ ഏതെങ്കിലും രൂപം വരുമോ എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ വരില്ല. എന്നാൽ ഏത് രൂപത്തിനും സ്വീകാര്യമായിട്ടുള്ള ഒരു അതാണ് പ്രണവം എന്ന് പറയുന്നത്. പ്രകർഷേണ നവം ചെയ്ത് തത് പ്രണവം. ആ ഓംകാരത്തെ ആകെ പിടിവള്ളിയായിട്ട് ഇവിടെ പറയുന്നത് അത് മാത്രമാണ്, ഓംകാരം. ആ ഓംകാരം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഉപനിഷത്ത് തന്നെയുണ്ട്. ആ ഉ മ, ഇതാണ് ഓം. ആ ഓം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ അത് പ്രതിനിധാനം ചെയ്യുന്നു. ജാഗ്രത് സ്വപ്ന സുഷുപ്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. സത്വരജ തമോ ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. മൂന്നിൻ്റെ പിരിവുകൾ ഇവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഈ പ്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബ്ദത്തിലൂടെ ഈ സത്യത്തെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതാണ് ഓം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ. അത് മാത്രമേ ഉള്ളൂ, പിന്നെ മറ്റൊന്നുമില്ല. ഓ അത് ചൊല്ലണമെന്നൊന്നുമില്ല. അത് എന്താ പറയുക, മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ തന്നെ മതി. ചൊല്ലുന്നതിലും കുഴപ്പമൊന്നുമില്ല. ചൊല്ലി ചൊല്ലി ഹൃദിസ്ഥമാകണം ആ പ്രണവം. പ്രാണനെ ഉള്ളിലേക്ക് എടുക്കുന്നത് തന്നെ പ്രണവത്തോടു കൂടി, പ്രാണനെ പുറത്തേക്ക് വിടുന്നതും പ്രണവത്തോടു കൂടി. അതിനെങ്ങനെ ചേർത്തുകൊണ്ട് പരിശീലിക്കുക. അപ്പോൾ പിന്നെന്താ, അതിങ്ങനെ എപ്പോഴും ഉണ്ടാവും. ഓരോരോ ശീലങ്ങളാണല്ലോ, നല്ല ശീലം അത്. അതിന് ഓം എന്താണ്, ആ ഓം എന്ന് പറയുന്നത് ഇന്നതാണ്. നമ്മൾ ഈ ഓം പറയുന്നുണ്ടല്ലോ, എപ്പോഴും പറയുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക? ഓ തന്നെ ഓം. ഓ ഓ വൈദിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓം എന്ന് മാത്രമേ പറയുള്ളൂ, മറ്റ് വേറൊന്നും പറയില്ല. എന്തെങ്കിലുമൊക്കെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കണ്ടിട്ടില്ലേ ഡോക്ടർമാർ, എടാ എടുക്കടാ കത്രി ചുറ്റിക എടുക്കുമെന്ന് പറയുമോ? സ്ക്രൂ ഡ്രൈവർ കൊണ്ട് എടുക്കടാന്ന് ഇല്ല. ഒരു മാസ്കൊക്കെ ഇട്ടിട്ടോ ഒരു കൈ കാണിക്കില്ല ചെയ്യുക. അവർക്കറിയാം, കൂടെ നിൽക്കുന്നവർക്കറിയാം എന്താ കൊടുക്കേണ്ടതെന്ന്, എന്തിനാ കൈ നീട്ടിയെന്നറിയാം. അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. അതൊക്കെ എന്തൊക്കെ എടുത്തു കൊടുക്കണം, എന്തൊക്കെയാണ്. നിന്നോട് ഇതെടുക്കാനല്ല അതെടുക്കാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ കഥ കഴിയും. അപ്പം അതുപോലെയാണ് ഈ യാഗഭൂമിയിൽ നിന്നോടല്ലടാ ഇതല്ലടാ ആ ഭസ്മക്കുറ്റി ഇങ്ങോട്ട് വെക്കേ, ആ സ്രോ എടുക്ക്, ആ ചട്ടകം അങ്ങോട്ട് എടുത്ത് വെക്കേ, അങ്ങോട്ട് വെക്കി, ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കി. ഇപ്പോഴൊക്കെ അതുണ്ട്. നല്ല കൃത്യമായി ഈ പണി അറിയുന്നവർ സംസാരിക്കില്ല. കാരണം അവരെപ്പോഴും അവരുടെ സംസാരം മുഴുവൻ ഉള്ളിൽ ഈ മന്ത്രജപങ്ങളാണ്. അപ്പോൾ എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഈ കയ്യാളുണ്ടല്ലോ. നിങ്ങളുടെ വീട്ടിൽ വല്ല ഗണപതി ഹോമോ വല്ല പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ചെയ്യുന്ന നല്ല തെളിമയാർന്ന
അതിൻ്റെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ കയ്യാളായിട്ട് ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളോ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും അവരുടെ, ആകാം, അല്ലാതിരിക്കാം. നല്ല ബെസ്റ്റ് ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഇത് ചെയ്യുമ്പോഴേക്കും മൂപ്പര് അത് എടുത്ത് വെച്ച് അതൊഴിച്ച് ഇത് വെച്ച് എന്തെങ്കിലും വൃത്തിയാക്കി വെക്കാനുള്ളതുണ്ടെങ്കിൽ അതിനെ അടിച്ച് ഒരു ഇതിലേക്ക് ഇട്ട് അത് കാണുമ്പം തന്നെ നമുക്കൊരു തൃപ്തിയാവും. മറ്റതുണ്ടല്ലോ, എൻ്റെ അമ്മോ ആ പഴമൊക്കെ തൊലി പൊളിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കാനിക്കാൻ വരും. അയാൾ ആ പ്രസാദം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഈശ്വര ഇത് ഞാൻ മേടിച്ച് കഴിക്കണമല്ലോ. അയാളുടെ കോലം കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചൊറിയുക, മാന്തുക, ഒരു വൃത്തിയും വെടിപ്പും ഇല്ലാത്ത. എന്നിട്ട് ഇയാൾ ഉണ്ടാക്കിയ എന്താ പറയുക, എന്നിട്ട് അരയിലൊരു ഫോണും ഉണ്ടാവും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വിളിക്കുന്നുണ്ടാവും, അതിനവരോട് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. ചിലപ്പോൾ പറയുന്ന വർത്തമാനങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധമുള്ളതേ ആയിരിക്കില്ല. ആ വർത്തമാനം പറച്ചില്ലറിയാം ഇയാൾ എങ്ങനെയുള്ള ആളാണ്, അത് ഇത് ഏർപ്പാടാക്കണോ വേണോ വേണ്ടേ എന്നുള്ളത് രണ്ടും നമുക്ക് കാണാം. എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഓം നല്ലതാ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഓം എന്ന് പറഞ്ഞേക്കൂ, ഓ ആയിക്കോട്ടെ. മറ്റേ നമ്മൾ നിഷേധാർത്ഥത്തിലാണല്ലോ എടുക്കുന്നത്. ഓ പിന്നെ അപ്പം ഇതിനെ പോസിറ്റീവായിട്ട് അതെ ഓം നോക്കിയാൽ മതി. ഈ ഓംകാരം ശീലിക്കുക. ഈ ഓം ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ പരമമായ കാരണത്തിൻ്റെയൊക്കെ, അല്ലാതെ പേടിപ്പെടുത്താൻ ഈ റോഡിൽ ഡിവൈഡറായിട്ട് സ്ഥാപിക്കാനുള്ള ഒന്നുമല്ല. ഇന്ന് ഓമിൻ്റെ ഗതി കണ്ടിട്ട് നമുക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് തെരുവുകളിലും അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഇതിനൊന്നും പറയാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇതങ്ങനെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഏറ്റവും പവിത്രമായത്, ഏറ്റവും ഉത്കൃഷ്ടമായത്, ഉദാത്തമായത് നിങ്ങളിങ്ങനെ തെരുവിൽ കൊണ്ടുവയ്ക്കുമോ? നമ്മൾ സ്വയം ആലോചിച്ചാൽ മതി ഇതെവിടെയാണ് വെക്കേണ്ടത്. ഏറ്റവും സനാതനധർമ്മത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായതാണ്. ഗീതയിൽ ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും പവിത്രമായത്. അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. കണ്ടവൻ്റെ ചുമരിൻ്റെ പിറകിൽ എഴുതി വെച്ച് അവനെ പേടിപ്പിക്കാൻ വേണ്ടി, അതിനുള്ളതല്ല ഇത്. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോ. ഓമിത്യേകാക്ഷരം വ്യാഹരൻ മാം അനുസ്മരൻ, അത് ഉച്ചരിക്കുക, ഒപ്പം എന്നെ സ്മരിക്കുക. എന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുപോകരുത്. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം എവിടെയെങ്കിലും പോയി നിങ്ങൾ ഉടക്കരുത്. കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഉടക്കരുത്. മാം അനുസ്മരൻ ദേഹം ത്യജൻ, പിന്നെ ശരീരത്തെ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പിന്നെ ഞാനെന്ന ബോധമില്ല, അതിനെ ഉപേക്ഷിച്ച് പ്രയാതി, ആരാണ് പോകുന്നത്, സഹ അവൻ പരാം ഗതിം യാതി, അവൻ പരമമായ ഗതിയെ പ്രാപിക്കും. ഇതൊരു വാസ്തവത്തിൽ മരണാനന്തരം, മരണത്തിന് തൊട്ടു മുമ്പുള്ള കാര്യം മാത്രമല്ല, ഇതാണ് മരണത്തിന് മുമ്പ് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള നമ്മളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു വലിയൊരു സത്യം അതാണ്. ഞാൻ മരണത്തിന് മുമ്പ് ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം അതാണിവിടെ. മരണത്തിന് മുമ്പ് ജീവിതമുണ്ടോ, മരണാനന്തര ജീവിതമുണ്ടോ എന്നല്ല, മരണത്തിന് മുമ്പ്, ഇപ്പോൾ. അപ്പോൾ ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് അനായാസേന കൈവരിക്കാവുന്ന ഒരു നിദ്രയിലേക്ക് എന്നതുപോലെ പ്രവേശിക്കാവുന്നതാണ്. അനായാസേന, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഉമ്മറത്തുനിന്ന് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്ന പോലെ, അടുക്കളയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് വരുന്നത് പോലെ.
ഭയങ്കര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, അനായാസന. ബുദ്ധൻ പറഞ്ഞത് അങ്ങനെയാണ്. ചുള്ളിക്കൊമ്പ് ഒടിക്കുന്നത് പോലെ, വെള്ളം കോരുന്നത് പോലെ. ഒരു മൂപ്പരോട് ചോദിച്ച ആളുകളോട് പറഞ്ഞിട്ടുള്ളതാണ്. ബുദ്ധനെക്കുറിച്ച് പറയുമ്പോൾ VKൻ്റെ ഒരു നർമ്മമാണ് ഓർമ്മ വന്നത്. നർമ്മമാണ്. പക്ഷെ ഇന്ന് VKന് ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഇതാണ് ഈ ബുദ്ധൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബുദ്ധനോട് ഒരാൾ ചോദിക്കുന്ന, എന്താ സുഖമല്ലേ? ബുദ്ധൻ പറഞ്ഞു സുഖം തന്നെ. നമ്മൾ വേഗം ചുരുക്കി പറയാം. ഇന്ന് നിങ്ങൾ ആ മരത്തിൻ്റെ വീട്ടിലിരുന്നോ? ബോധിവൃക്ഷത്തിൻ്റെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്. ഇരുന്നല്ലോ. എന്തെങ്കിലും തോന്നിയോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ ഊണ് കഴിച്ചു? കഴിച്ചു. എന്തെങ്കിലും തോന്നിയോ? ഊണ് കഴിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? അപ്പോൾ ബുദ്ധൻ തിരിച്ചു ചോദിക്കുക, ഞാനതിന് നായരല്ലല്ലോ. ഈ VKൻ ഇങ്ങനെ തമാശ പറയുമ്പോൾ, VKൻ പറയുന്ന തമാശകളൊക്കെ അറിയാമല്ലോ, അതിൻ്റെ സട്ടിലായിട്ടുള്ളത് പറയും. പക്ഷെ അത് നമുക്ക് അറിയണമെങ്കിലോ, അത് മുഴുവൻ അറിയണമെങ്കിൽ നമ്മൾ ഈ ഉണ്ടിരിക്കണ നായർക്കൊരു വിളി വന്നു എന്നുള്ള നർമ്മം അല്ലെങ്കിൽ നാട്ടുചൊല്ല് അത് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് കണക്റ്റ് ആവുള്ളൂ. അല്ലാതെ അവിടെ സ്റ്റാർ ഇട്ടിട്ട് താഴെ ഏറ്റവും അടിയിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അതാണ് ഞാനിവിടെ കഥാകൃത്ത് കവി ഉദ്ദേശിച്ചത് എന്നൊന്നും ഉണ്ടാവില്ല. VKൻ്റെ എല്ലാ നർമ്മങ്ങളും പലതും അങ്ങനെയാണ്. പലതും അറിയുന്നവർക്ക് അറിയാമല്ലോ അത്. അപ്പോൾ പിന്നെ VKൻ നായരായതുകൊണ്ട് നായർ സമാജം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കും തോന്നുന്നില്ല, പറയാൻ പറ്റില്ല എന്തായാലും. ബുദ്ധൻ്റെ ഞാനതിന് നായരല്ലല്ലോ എന്ന മറുചോദ്യം. അപ്പോൾ അനായാസേന, ബുദ്ധൻ പറഞ്ഞതുപോലെ അനായാസേന, യാതൊരു വിധത്തിലുള്ള മൽപ്പിടുത്തവുമില്ലാതെ ഇതിലേക്ക് നമുക്ക് ധ്യാനം പോലെ തന്നെയാണ് മരണവും, ശരീരത്തെ ഉപേക്ഷിക്കുന്ന പ്രക്രിയ. ഏറ്റവും സൗന്ദര്യാത്മകമായിട്ടാണ് ഗീത അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നാളെ കാണാം ബാക്കി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.